ദൃശ്യം 3 എനിക്കൊന്ന് മലയാളികൾ ഇത്രയോളം പ്രതീക്ഷ കാത്തുവെച്ചൊരു സിനിമ 2026 കാരണം അത്ര വാനോളം പ്രതീക്ഷയോടുകൂടിയാണ് എൻ്റെ ടീസർ 5 മണിക്ക് ഇറങ്ങിയപ്പം എല്ലാവരും മലയാളികൾ ഇരുന്ന് കാണും എന്താണ് ജോർജ് കുട്ടിയുടെ. പക്ഷേ അടിപൊളി ടീസർ എന്ന് പറയാം. കാരണം വേറെ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. ദൃശ്യം ഫസ്റ്റ് കാണിച്ചു, സെക്കൻഡ് കാണിച്ചു, അത്രയും സമയം അങ്ങ് നീട്ടി. തേർഡ് പാർട്ടിൻ്റെ ഒരു ചെറിയൊരു ഡയലോഗോടുകൂടി അങ്ങ് നിർത്തി. വളരെ ബുദ്ധിപരമായിട്ട്. കാരണം തിയേറ്ററിൽ വന്ന് കാണുക ദൃശ്യം 3. കാരണം ഇങ്ങനെയുള്ള സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്ത സിനിമ തന്നെയാണ് ദൃശ്യം സീരീസ്. എന്തായാലും ക്ലാസിക് ക്രിമിനൽ ബാക്കാണ്. ദൃശ്യം 3 മെയ് 21 മോഹൻലാലിന്റെ പിറന്നാൾ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മോഹൻലാലിന്റെ ബർത്ത്ഡേക്കാണ് ഇതിന്റെ റിലീസ് വരുന്നത്. ഒരു 4ാം ക്ലാസ്സുകാരന്റെ 3ാം വരവാണ്. ദൃശ്യം 1 തിയേറ്ററിൽ വന്നപ്പോൾ റെക്കോർഡായിരുന്നു 50, ആദ്യത്തെ മലയാള സിനിമയിലെ 50 കോടി. പിന്നെ 2ാം വരവ് OTT-യിലായിരുന്നു. 3ാം വരവ് ജിത്തു ജോസഫിനും വളരെ ക്രൂഷ്യലാണ്. കാരണം ജിത്തു ജോസഫിന്റെ കഴിഞ്ഞ സിനിമകൾ, പ്രത്യേകിച്ചും വലതുവശത്തെ കള്ളനും മിറാഷും ഒക്കെ വളരെ മോശമാണ്. പിന്നെ അതിനകത്ത് റൈറ്റേഴ്സ് ഇദ്ദേഹം അല്ലെന്ന് പറയാം. പക്ഷേ കഥാതിരകഥാ സംഭാഷണം ജിത്തു ജോസഫ് തന്നെ എഴുതി സംവിധാനം ചെയ്യുന്ന പടമായതുകൊണ്ട് ദൃശ്യം അതുപോലെ ഇവർക്കെല്ലാം ക്രൂഷ്യലാണ്. പിന്നെ കിട്ടുന്നത് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നൊരു പ്രൊഡ്യൂസറാണ്. ഇപ്പം തന്നെ പ്രൊമോഷൻസ് തുടങ്ങി കഴിഞ്ഞു. പല പ്രൊഡ്യൂസർമാരും കേരളത്തിലെ കണ്ടുപിടിക്കേണ്ടതാണ് ആന്റണി പെരുമ്പാവൂർ. കാരണം ഓൾറെഡി പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അൻസിബയും എസ്തറും ഒക്കെ ഉള്ള പ്രൊമോഷൻസും ഒക്കെ വീഡിയോസും ഒക്കെ വന്നു തുടങ്ങി ഓൾറെഡി. മെയ് 21 ഇനിയുണ്ട് 3 ആഴ്ചയിൽ കൂടുതൽ സമയം. അന്നേരം ആന്റണി പെരുമ്പാവൂരിന് എങ്ങനെ റിലീസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. നല്ല അടിപൊളി ഡേറ്റ് ആണ്. റമദാനും ഒക്കെ വരുന്ന സമയമാണ്. ഇഷ്ടം പോലെ ബക്രീദ് റമദാനും ഉണ്ട്. അന്നേരം ഇഷ്ടം പോലെ ദിവസങ്ങളുണ്ട്. GCC-യിലൊക്കെ അടിപൊളിയാണ്. തൂക്കുന്ന കളക്ഷൻ കിട്ടും ഗംഭീരമാണെങ്കിൽ. ഇതെല്ലാം ഗംഭീരമായിരിക്കണം ഈ സിനിമ. എന്തായാലും ദൃശ്യത്തിലെ കഥാപാത്രം ജോർജ് കുട്ടി ടെൻഷൻ അടിക്കുന്നത് പോലെ, അന്നേരം നമ്മുടെ പ്രേക്ഷകർ ടെൻഷൻ അടിക്കുന്നത് പോലെ ജിത്തു ജോസഫ് ഇപ്പം ടെൻഷൻ അടിക്കുന്നുണ്ടാകും. കാരണം ഇത് ജിത്തു ജോസഫിന് ഒരു ഗംഭീര ഗംഭീരമായിട്ട് തിരിച്ചു വരണം. കാരണം ദൃശ്യം 3 ഗംഭീരമായാൽ പിന്നെ ജിത്തു ജോസഫിനെ നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത ചിത്രങ്ങളൊക്കെ ഇതിന്റെ പേര് നമുക്ക് പിടിച്ചിരിക്കുക എന്നുള്ള ഉറപ്പാണ്. എല്ലാം കൊണ്ടും ദൃശ്യം 3 തകർത്ത് വാരട്ടെ.